ഹായ് ഫ്രണ്ട്സ്, സ്റ്റഡി വിത്ത് മീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വെങ്കലയുഗ സംസ്കാരത്തെക്കുറിച്ചാണ്. പ്രാചീന മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ആയുധം ശിലായുധങ്ങളാണ്. ശിലായുധങ്ങൾ അവർ ഉപയോഗിച്ചിരുന്നത് സ്വയം രക്ഷയ്ക്കും ഭക്ഷണ ശേഖരണത്തിനുമായിരുന്നു. അതായത് പ്രാചീനകാല മനുഷ്യൻ വസിച്ചിരുന്നത് കാടുകളിലാണ്. അവിടെ വന്യജീവി ആക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതിനും ഭക്ഷ്യശേഖരണത്തിനുമായിട്ടാണ് അവർ ഈ ആയുധങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയത്. ശിലകൾ ഉപയോഗിച്ച ഈ കാലഘട്ടത്തെയാണ് ശിലായുഗം എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ പരുപരുത്തതും മുനയില്ലാത്തതുമായ ആയുധങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. ഈ ശിലകൾ കൊണ്ട് ആയുധങ്ങൾ നിർമ്മിച്ചപ്പോൾ കൃഷി ചെയ്യാനും വേട്ടയാടാനും പരിമിതികൾ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ചെമ്പ് കണ്ടെത്തുന്നത്. മനുഷ്യൻ ആദ്യമായി കണ്ടെത്തിയ ലോഹമാണ് ചെമ്പ്. ചെമ്പിൻ്റെ കണ്ടുപിടുത്തം വലിയ മാറ്റം സൃഷ്ടിച്ചു. ചെമ്പ് ശിലായുധങ്ങളെക്കാൾ കാഠിന്യമുണ്ടായിരുന്നു. എന്നാൽ ചെമ്പ് ഉപയോഗിച്ച് ജോലി ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് ഒടിഞ്ഞു പോകുമായിരുന്നു. അതിനാൽ മനുഷ്യന് മറ്റൊരു ലോഹത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടി വന്നു. ശിലായുഗത്തിന് ശേഷമുള്ള കാലഘട്ടമാണ് വെങ്കലയുഗം. വെങ്കലയുഗത്തെ വെങ്കലയുഗ സംസ്കാരമെന്നും അറിയപ്പെടുന്നു. ചെമ്പിൻ്റെ പരിമിതികൾ കാരണം മനുഷ്യൻ ഈയം കണ്ടെത്തുന്നു. അങ്ങനെ ചെമ്പും ഈയവും ഉരുക്കി ഒഴിച്ച് പുതിയ ലോഹമാക്കി മാറ്റുന്നു. ഈ ലോഹം വെങ്കലം അല്ലെങ്കിൽ ഓട് എന്നാണ് അറിയപ്പെടുന്നത്. ചെമ്പിനേക്കാൾ ഉറപ്പുള്ള ലോഹമായിരുന്നു വെങ്കലം. ആയുധങ്ങളും ഉപകരണങ്ങളും ഉണ്ടാക്കാൻ വെങ്കലം ഉപയോഗിച്ച കാലം വെങ്കലയുഗം എന്നാണ് അറിയപ്പെടുന്നത്. വെങ്കലം കണ്ടെത്തിയത് സുമേറിയക്കാരാണെന്നും പറയപ്പെടുന്നു. വെങ്കലയുഗത്തിന് ശേഷമുള്ള യുഗമാണ് ഇരുമ്പുയുഗം. ശിലായുഗത്തിനും ഇരുമ്പുയുഗത്തിനും ഇടയിലുള്ള യുഗമാണ് വെങ്കലയുഗം. ശിലായുഗങ്ങൾ ഏതൊക്കെയാണെന്നറിയാമല്ലോ. പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം. നവീന ശിലായുഗത്തിന് ശേഷമുള്ള യുഗമാണ് വെങ്കലയുഗം. അതായത് നവീന ശിലായുഗത്തിന് ശേഷം വരുന്ന യുഗമാണ് താമ്രശിലായുഗം. താമ്രശിലായുഗത്തിലാണ് ചെമ്പിൻ്റെ കണ്ടെത്തൽ നടന്നതും ചെമ്പ് കൊണ്ടുള്ള ആയുധങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയതും. അതിനാൽ വെങ്കലയുഗത്തെയും ഇരുമ്പുയുഗത്തെയും നമുക്ക് ലോഹയുഗം എന്ന് വിളിക്കാം. നമുക്കറിയാം, സ്വർണവും ചെമ്പും അല്ലാതെ ഭൂമിയിൽ തനതായ ലോഹമില്ല. ബാക്കിയെല്ലാം സംസ്കരിച്ചെടുത്ത് ഉരുക്കി ആയുധമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇതിന് വിദഗ്ധമായ പരിശീലനം തന്നെ അവർക്ക് ലഭിച്ചിട്ടുണ്ടാവാം. കാരണം അക്കാലത്ത് ഈ ലോഹങ്ങളുടെ കണ്ടുപിടുത്തം വലിയ വിപ്ലവകരമായ മാറ്റമാണ് മനുഷ്യജീവിതത്തിൽ ഉണ്ടാക്കിയത്. ശിലകളെയും ചെമ്പിനെയും അപേക്ഷിച്ച് ഉറപ്പുള്ള ലോഹമായിരുന്നു വെങ്കലം. നമുക്കറിയാം, നവീന ശിലായുഗത്തിൽ തന്നെ മനുഷ്യൻ കൃഷി ആരംഭിച്ചു. വെങ്കലത്തിൻ്റെ കണ്ടുപിടുത്തത്തോടെ കൃഷി മെച്ചപ്പെടാൻ തുടങ്ങി. കാരണം കൂടുതൽ സ്ഥലം കൃഷിയോഗ്യമാക്കാൻ അവർക്ക് കഴിഞ്ഞു. കൃഷി മെച്ചപ്പെട്ടപ്പോൾ ഉൽപ്പാദനം വർദ്ധിച്ചു. ആവശ്യത്തിനേക്കാൾ കൂടുതൽ സാധനം ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. ഇതിലൂടെ കൈമാറ്റ കേന്ദ്രങ്ങൾ വളർന്നു. കടൽ മാർഗവും കരമാർഗവും ഉപയോഗിച്ച് കച്ചവടവും വളർന്നു. കൈമാറ്റ കേന്ദ്രം ഭരണ കേന്ദ്രമാവാൻ തുടങ്ങി. അധികമായി ഉൽപ്പാദിപ്പിച്ച ഭക്ഷ്യവസ്തുക്കൾ സംഭരിക്കാൻ തുടങ്ങിയ കാലഘട്ടം വെങ്കലയുഗം. കാർഷിക വിഭവങ്ങൾ കൈമാറ്റം ചെയ്യാനുള്ള പൊതുസ്ഥലങ്ങൾ രൂപം കൊണ്ട കാലഘട്ടം വെങ്കലയുഗം. കൈമാറ്റ സമ്പ്രദായം. നാണയ വ്യവസ്ഥ നിലവിൽ വരുന്നതിനു മുമ്പ് സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. അതായത് സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറുന്ന രീതി. ഈ കൈമാറ്റ രീതിയാണ് ബാർട്ടർ സമ്പ്രദായം എന്നറിയപ്പെടുന്നത്. ഇഷ്ടിക നിർമ്മാണം, തുണി നെയ്ത്ത് തുടങ്ങിയ തൊഴിൽ മേഖലകൾ വികാസം പ്രാപിച്ച കാലഘട്ടം വെങ്കലയുഗമാണ്. എഴുത്തുവിദ്യ രൂപപ്പെട്ട കാലഘട്ടം വെങ്കലയുഗം. നദീതടം കേന്ദ്രീകരിച്ച് സംസ്കാരവും നഗരങ്ങളും വികാസം പ്രാപിച്ച കാലഘട്ടം വെങ്കലയുഗം. മനുഷ്യ സമൂഹത്തിൽ ഉണ്ടായ ഇത്തരം മാറ്റങ്ങൾ അറിയപ്പെടുന്നത് ആദ്യ നഗരവൽക്കരണം, ഫസ്റ്റ് അർബനൈസേഷൻ എന്നാണ്. വെങ്കലയുഗ വിപ്ലവമാണ് നഗരവൽക്കരണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. നദീതീരത്തു നിന്നും വിട്ടുമാറി ആരാധനയ്ക്കും താമസത്തിനും വിനിമയത്തിനും ഭരണനിർവഹണത്തിനും എല്ലാത്തിനുമായി കേന്ദ്രങ്ങൾ നിലവിൽ വന്നു. കേന്ദ്രങ്ങൾ ചേർന്ന് നാഗരികത നിലവിൽ വന്നു. തുടർന്ന്
ഇരുമ്പ് കണ്ടുപിടിച്ചു. ഇരുമ്പിൻ്റെ കണ്ടുപിടുത്തത്തോടെ ഉണ്ടായിരുന്ന നഗരമെല്ലാം തകർന്നു പുതിയ നഗരങ്ങൾ രൂപപ്പെട്ടു. ഇത് രണ്ടാം നഗരവൽക്കരണം എന്നറിയപ്പെടുന്നു. നദീതീരങ്ങളിൽ വികസിച്ചു വന്ന പ്രാചീന നാഗരികതകളാണ് വെങ്കലയുഗ സംസ്കാരത്തിൻ്റെ കേന്ദ്രങ്ങൾ. വെങ്കലയുഗ സംസ്കാരങ്ങൾ ഏതെല്ലാമെന്ന് നോക്കാം. ഹരപ്പൻ സംസ്കാരം, മെസപ്പൊട്ടേമിയൻ സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, ചൈനീസ് സംസ്കാരം. ഈ 4 സംസ്കാരങ്ങളും വെങ്കലയുഗ സംസ്കാരം എന്നാണ് മൊത്തത്തിൽ അറിയപ്പെടുന്നത്. വെങ്കലയുഗ സംസ്കാരങ്ങളും അത് നിലനിന്നിരുന്ന ഇന്നത്തെ പ്രദേശവും നദീതീരവുമാണ് ഇനി പറയുന്നത്. ഹാരപ്പൻ സംസ്കാരം. ഇന്ത്യ സിന്ധു നദീതീരത്താണ് ഹാരപ്പൻ സംസ്കാരം നിലനിന്നിരുന്നത്. അടുത്തതായി മെസപ്പൊട്ടേമിയൻ സംസ്കാരം. മെസപ്പൊട്ടേമിയ ഇന്നത്തെ ഇറാഖ് ആണ്. യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ് നദീതീരത്താണ് മെസപ്പൊട്ടേമിയൻ സംസ്കാരം നിലനിന്നിരുന്നത്. അടുത്തത് ഈജിപ്ഷ്യൻ സംസ്കാരം. ഈജിപ്ഷ്യൻ സംസ്കാരം ഈജിപ്തിലാണ്. ഇത് നൈൽ നദീതീരത്ത് ഉടലെടുത്ത സംസ്കാരമാണ്. അടുത്തതായി ചൈനീസ് സംസ്കാരം. ചൈനീസ് സംസ്കാരം നിലനിന്നത് ചൈനയിലാണ്. ഇത് ഹൊയാങ്ഹോ എന്ന നദീതീരത്ത് ഉടലെടുത്ത സംസ്കാരമാണ്. അപ്പോൾ നമ്മളിന്ന് എന്തൊക്കെയാണ് പഠിച്ചതെന്ന് ഒന്നും കൂടി നോക്കാം. പ്രാചീന മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ചിരുന്ന ആയുധമാണ് ശിലായുധങ്ങൾ എന്നറിയപ്പെടുന്നത്. ഈ ആയുധങ്ങൾ അവർ ഉപയോഗിച്ചിരുന്നത് ഭക്ഷണത്തിനും സ്വയം രക്ഷയ്ക്കും വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. ഈ ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെയാണ് ശിലായുഗങ്ങൾ എന്ന് പറയുന്നത്. ശിലായുഗത്തിന് ശേഷമുള്ള കാലഘട്ടമാണ് വെങ്കലയുഗം എന്ന് അറിയപ്പെടുന്നത്. ശിലകൾ കൊണ്ട് ആയുധം നിർമ്മിച്ചപ്പോൾ കൃഷി ചെയ്യാനും വേട്ട ചെയ്യാനുമുള്ള പരിമിതികൾ കാരണം അവർ ചെമ്പ് കണ്ടെത്തി. മനുഷ്യൻ ആദ്യമായി കണ്ടെത്തിയ ലോഹമാണ് ചെമ്പ്. ചെമ്പിൻ്റെ കണ്ടുപിടുത്തത്തോടെ വലിയ മാറ്റങ്ങൾ തന്നെ സൃഷ്ടിച്ചു. എന്നാൽ ചെമ്പ് ഉപയോഗത്തിലും പരിമിതികളുണ്ടായിരുന്നു. ഇതേ തുടർന്ന് മനുഷ്യൻ കണ്ടെത്തിയ ഉപകരണമാണ് ഈയം. അങ്ങനെ ചെമ്പും ഈയവും ഉരുക്കി ഒഴിച്ചപ്പോൾ ഒരു പുതിയ ലോകസങ്കരമായി മാറി. അത് വെങ്കലം അല്ലെങ്കിൽ ഓട് എന്നാണ് അറിയപ്പെടുന്നത്. വെങ്കലം കണ്ടെത്തിയത് സുമേറിയക്കാരാണെന്നും പറയപ്പെടുന്നു. ശിലായുഗത്തിനും ഇരുമ്പ് യുഗത്തിനും ഇടയിലുള്ള കാലഘട്ടമാണ് വെങ്കലയുഗം. വെങ്കലത്തിൻ്റെ കണ്ടുപിടുത്തത്തോടെ കൃഷി മെച്ചപ്പെടാൻ തുടങ്ങി. കൃഷി മെച്ചപ്പെട്ടപ്പോൾ ഉൽപ്പാദനം വർദ്ധിച്ചു. ആവശ്യത്തെക്കാൾ കൂടുതൽ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. ഇത് കൈമാറ്റ സമ്പ്രദായത്തിലോട്ട് മാറി. കൈമാറ്റ കേന്ദ്രങ്ങൾ വളർന്നു വന്നു. ഈ കൈമാറ്റ കേന്ദ്രങ്ങൾ തുടർന്ന് ഭരണ കേന്ദ്രങ്ങളാവാൻ തുടങ്ങി. ആയുധങ്ങളും ഉപകരണങ്ങളും ഉണ്ടാക്കാൻ വെങ്കലം ഉപയോഗിച്ച കാലമാണ് വെങ്കലയുഗം എന്ന്